കേൾക്ക് സഹോദരാ, വെള്ളിയാഴ്ച രാവാട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നത്, ഇന്ന് വഴുത് കഴിഞ്ഞ് പിരിയുമ്പോ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാ, ഒരു ദുആ പറഞ്ഞിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് പിരിയാ. ആ ദുആഇന്റെ പ്രതിഫലമെന്തെന്നറിയോ? ആ ദുആഇന്റെ പ്രതിഫലമെന്തെന്നറിയോ? മരിച്ച സ്വർഗത്തിലാ. ഇന്ന് രാത്രി മരിച്ചുപോയ സ്വർഗത്തിലാ വാപ്പാ. ഒരു ദിക്ർ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്തു പിരിയാ. അതുകൊണ്ട് ഒന്നാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ആ അടിമയ്ക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബിനെ വല്ലാത്ത പേടിയാണ്. അല്ലാഹനെ ഭയമുള്ളവനാ, അല്ലാഹനെ ഭയമുള്ളവളാ. പടച്ചറബിനെ വല്ലാത്ത പേടിയാണ്. അല്ല എന്ന് പറഞ്ഞാ തന്നെ ഭയമാണ്. പടച്ചവനെ നുഫൈസി പറഞ്ഞല്ലോ അവിടുത്തെ പ്രഭാഷണത്തില്, അവിടെന്ന് പറഞ്ഞത് അല്ലാഹനെ ഭയക്കണമെന്നാണല്ലോ. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണമെന്നല്ലേ? അതുകൊണ്ട് സഹോദരാ, വയത് കേൾക്കാമെന്ന മുസ്ലിമേ, നമ്മളിൽ ആർക്കാടോ അല്ലാഹനെ പേടിയുള്ളത്? അല്ലാഹനെ പേടിയുള്ളതാർക്കാട്? അല്ലാഹനെ പേടിയുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നു. അഹങ്കാരികളാകില്ല, ധിക്കാരികളാകില്ല, പാപം ചെയ്യുന്നവരാകില്ല, നിസ്കരിക്കാത്തവരാകില്ല, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാകുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനിന്റെ അടയാളം എന്തെന്നറിയോ? തൊപ്പിയല്ലടോ, താടിയല്ലടോ, തഴമ്പല്ലടോ, ഫർദയല്ല, ഹിജാബല്ല. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം എന്തെന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അടിമയുടെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അടിമയുടെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാ മരണമല്ല, കബറല്ല, നരകമല്ല, പരലോകമല്ല, പടച്ചവനെ കുന്നും പറഞ്ഞില്ലടോ. അല്ലാഹ് എന്ന് പറഞ്ഞാ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടപിടാ വിറയ്ക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. കണ്ടടത്തിൽ നിന്ന് കണ്ണുനീര് ഒഴുകുകയാണ്. പടച്ചറബ്ബേ, വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ, വഴുത് കേൾക്കാമെന്ന പായിപ്പാടുള്ള മുടി നരച്ചു പോയ, രോഗം പിടിച്ച, തുലിയങ്ങൾ ചുളുക്കിപ്പോയ എന്റെ അത്താനോട് ചോദിക്കട്ടെ, പേടിയുണ്ടോ വാപ്പാ അല്ലാഹനെ? പേടിയുണ്ടോ പെങ്ങള്? അല്ലാഹനെ പേടിയുള്ള എത്ര പെണ്ണുങ്ങളാ ഉള്ളത്? അല്ലാഹനെ പേടിയുള്ള എത്ര ചെറുപ്പക്കാരാ ഉള്ളത്? മോനെ ഭയപ്പെടണമടാ, അല്ലാഹനെ ഭയക്കണം ചെറുപ്പക്കാരാ. അല്ലാഹനെ പേടി വേണം ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. അതുകൊണ്ട് പടച്ചവനെ എന്ന നല്ല ഒരു അവസരമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നന്മയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ 125 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളി അല്ലാഹുവേ ഇന്ന് പണിത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആ പായിപ്പാട് പള്ളിയുടെ മുറ്റത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവാണ്. പടച്ചവനെ എന്ന ദുആഇക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. പടച്ച റബ്ബേ, പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും മഴ പെയ്യുമ്പോ എന്തേ മനുഷ്യ തിരിയാത്തതെന്തേ മനുഷ്യ? ഇന്നലെ പടച്ചവനെ തിരുവല്ലയിൽ മഴയാണ്. ഈ പരിസരങ്ങളിലും പല സ്ഥലങ്ങളിലും മഴ പെയ്തു. ആകാശത്ത് ഇടിപെട്ടുന്നത് കണ്ടു. മഴ പെയ്തില്ലല്ലോ പായിപ്പാട്. പടച്ചവനെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് ചോദിക്കുകയാ, നിങ്ങൾ ചിന്തിക്കടോ, ഇന്നലെ വഴുത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോ തിരുവല്ലയിൽ മഴ പെയ്തു, ഈ പരിസരങ്ങളിൽ മുഴുവനും മഴ പെയ്തു, പായിപ്പാട് മഴ പെയ്തോ?
പറ ചങ്ങാതി പെയ്തോ? പെയ്യൂല. കാരണം ഇത് അള്ളാഹുവിന്റെ ഭവനം. ഇന്ന് സ്റ്റേജ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ഷാജി അണ്ണന്റെ മനസ്സിൽ നിന്ന് പതുങ്ങി. എന്തിന്? ദാ ഈ വെച്ചിരിക്കുന്ന TV, ഈ സ്ക്രീൻ വെച്ചിരിക്കുന്ന ചങ്ങാതി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മഴ പെയ്യും, ഇത് മറയ്ക്കണം. അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മുതലാളി വിളിച്ചു പറഞ്ഞു മഴ പെയ്ത ഇത് നശിച്ചു പോകും, മറയ്ക്കണം. ഞാൻ അവനോട് പറഞ്ഞു, മഴ പെയ്യില്ല, ധൈര്യമായിട്ട് അവിടെ കൊണ്ടുവച്ചോ. നിന്റെ ധൈര്യത്തിന് വേണ്ടി ഒരു ടാർപ്പാന്റെ മുകളിൽ കെട്ടിക്കോളാം. അവൻ ഇവിടെ കണ്ടിരിപ്പുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ഇത് പായിപ്പാട് പള്ളി, പെയ്യില്ലടാ നീ. അള്ളാഹുവിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല നമ്മളെ കൈവിടില്ലടോ. കാരണം ഇത് അള്ളാഹുവിന്റെ ഭവനം. ഇത് പൊളിച്ചിട്ട് അള്ളാഹിക്കൊന്നും കിട്ടാനില്ല, ഇത് മുടക്കിയിട്ട് അള്ളാഹിക്കൊന്നും കിട്ടാനില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷൗക്കണ്ണൻ എന്താ ഇപ്പം മിണ്ടാതിരിക്കുന്നത്? ഇവിടെ ഷൗക്കണ്ണനില്ലേ? ഇവിടെ താഴത്തെ ഷൗക്കണ്ണനില്ലേ? ഇവിടെ കടവിലെ ഷൗക്കണ്ണൻ വന്നൊരു കാര്യം ചോദിക്കാൻ. കടവിലെ ഷൗക്കണ്ണൻ മിണ്ടാതിരിക്കുന്ന മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒളുവിന്റെ ദുആ കണ്ടോ? പള്ളിക്കകത്ത് കയറുമ്പോൾ ഒളുവിന്റെ ദുആ. പള്ളിക്ക് ലക്ഷങ്ങൾ തന്ന സഹോദരന് എന്ത് ചോദിച്ചാലും എന്നെ വെറും കൈയോടെ മടക്കത്തില്ല. ഞാനത് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് തരാൻ ഉസ്താദെ, ഞാൻ എന്റെ വകയായിട്ട് കടന്നോട്ടെ എന്ന് പറഞ്ഞു. ആര് ആ ഒളുവിന്റെ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞാൽ മതി, ഷൗക്കണ്ണൻ നിങ്ങൾ സ്വർഗത്തിൽ കയറിയിരുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പള്ളി അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാ, നമ്മൾ അല്ലാഹുവിനെ ഭയക്കണം. നമ്മുടെ മുമ്പിൽ 1,00,000 പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങോ? കൊണ്ടുപോവാ മോളെ. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. പാപ്പ മുട്ടായി വാങ്ങാൻ കൊടുത്ത പൈസയൊക്കെ കൊണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നല്ലത് വെയിറ്റ് ഉണ്ടല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുനൈന, സുനിൽ, അല്ലാഹു നല്ല പഠിക്കണം കേട്ടോ. നമ്മുടെ അത്തായെ പിടിച്ച അല്ല, നമ്മുടെ അത്തയുടെ പേരെന്തോ? ഷോക്കല്ലേ? ശരി മോളെ, ശരി മോളെ. നമ്മുടെ മാടെന്ന് വന്ന അണ്ണനൊന്ന് വിളിക്കും. ശരി മോളെ, മൂക്ക് കുഴപ്പമില്ല. നമ്മുടെ അണ്ണന്റെ പേരെന്തുവായിരുന്നു? യൂസുഫ് റാവ്. അത്ത കയറി വാത്ത, നല്ല താടി. അത്തായി ഒന്ന് സ്റ്റേജിൽ കേട്ടോ. ഉസ്മാൻ എന്നെ ഒന്ന് പിടിച്ചു കേട്ടോ. അൽഹംദുലില്ലാഹ്. മാഹിയിൽ ചെന്നിട്ട് ഇപ്പൊ മാഹിയില, എന്നാലും പായിപ്പാടുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു പ്രായമുള്ള മനുഷ്യൻ ഞാൻ വരാമെന്ന് പറഞ്ഞു, നേരത്തെ തന്നെ വന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ പറയപ്പെട്ടാൽ അല്ലാ 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 ഒരു പ്രാവശ്യമല്ല 1 കോടി പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് ഭയമില്ലല്ലോ, നമുക്ക് പേടിയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. ആ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ചെറുപ്പക്കാരാ, നമ്മളൊക്കെ നന്നാകുമായിരുന്നില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന് പെങ്ങളോട് പറയുകയാ. വഅദ് കഴിഞ്ഞു പടച്ചവനെ 11:30 പായിപ്പാട് പള്ളിക്കകത്തേക്ക് പള്ളി കാണാൻ കയറുമ്പോ തലമറയ്ക്കണേ ഉമ്മ, പെങ്ങളെ തലമറയ്ക്കണേ. എല്ലാവരും ഔറത്ത് മറച്ചിട്ട് വേണം അല്ലാഹുവിന്റെ ഭവനത്തിനകത്ത് കയറാൻ. കാരണം ഇത് വഖഫ് ചെയ്ത് കഴിഞ്ഞു. ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്. ഇന്നലെ വരെ കയറിയത് പോലെയല്ല, ഇന്ന് മഗ്രിബോടുകൂടി വഖഫ് ചെയ്ത പള്ളിയാണ്. പടച്ചവനെ കയറി കാണുമ്പോ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെങ്ങള്, അല്ലാഹുവിനെ പേടി വേണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മക്കള്, അല്ലാഹുവിനെ ഭയക്കണമടാ. പായിപ്പാട് പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെട്ട ചെറുപ്പക്കാരോട് ഒരാഴ്ചയായോടോ ഈ ചെറുപ്പക്കാര് മുഴുവനും ഈ പള്ളിയുടെ മുറ്റത്തുണ്ട്. ഓനെ ഇന്ന് രാത്രിയോടെ തീരരുത്, ഇന്ന് രാത്രിയോടെ തീരരുത്. ഒരാഴ്ച മുഴുവനും പള്ളിയുടെ മുറ്റത്തിരുന്നവരാ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, റിസൾട്ട് അറിയാ, ഇന്നത്തോടെ അറിയാമടാ നീ ചെയ്ത ഈ സൽക്കർമ്മം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ. മക്കളെ നല്ലത് പറയിപ്പിക്കണം മക്കള്. നിങ്ങൾക്ക് പഠിക്കാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയാ. ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഫോണിൽ കുത്തല്ലേ പെങ്ങള്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യല്ലേ പെങ്ങള്, ചെറുപ്പക്കാരാ ഗെയിം കളിക്കല്ലേ, ഇരിക്കുന്നത് ദുനിയാവിലെ സ്വർഗത്തിലാ. ഇന്നലെ ഒരാള് പറഞ്ഞു, ഉസ്താദ് വയല് പറയുമ്പോ സ്റ്റേജിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നതിനെ കുറിച്ചൊന്ന് പറയണോന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് വലിയ ഭാഗ്യം, സ്വർഗത്തിലിരുന്ന് ഗെയിം കളിക്കാൻ ഭാഗ്യം കിട്ടിയത്. സ്വർഗത്തിലിരുന്ന് ഗെയിം കളിക്കാൻ ചാറ്റ് എന്നവർ അള്ളാഹു ആലം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. തെറ്റ് ചെയ്യാൻ അവസരം എപ്പോഴുണ്ടാകും. എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ അവസരമുണ്ടോ? തെറ്റ് ചെയ്യാൻ ഇന്ന് പൈസ വേണോ? കള്ളു കുടിക്കാൻ പൈസ വേണോ? വേണ്ടോ? ഓസിന് വാങ്ങിത്തരാൻ ആളുണ്ട്, ഓസിന് വാങ്ങിത്തരും. ഇന്ന് പൈസ ചിലവാക്കി കിട്ടും. പെണ്ണിന്റെ അടുക്ക പോണോ? വേണ്ട, ഫ്രീ ആയിട്ട് കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റു ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് നമുക്ക് അനുകൂലമാണ്. എടോ, ഈ തെറ്റുകൾ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ തെറ്റ് ചെയ്യാതെ നടക്കണം. അവിടെയാ അള്ളാനെ ഭയപ്പെടേണ്ടത്. അള്ളാനെ ഭയപ്പെടേണ്ടത് അവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ കഴിയണം. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറണം പെണ്ണേ, അള്ളാഹു ഹൃദയത്തിന്റെ അകത്ത് കയറണം പെണ്ണേ. നിനക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന, ആ ഈജിപ്തിന്റെ രാജകുമാരിയായിരുന്ന സുലൈഖയുടെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹാ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാത്ത ഇഷ്ടം തോന്നുകയാ, വല്ലാത്ത മോഹം തോന്നുകയാ. അവസാനം യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. സുലൈഖ എന്ന് പറയുന്ന രാജകുമാരിയായ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മണിയറക്കകത്ത് കയറി വാതിലടച്ചു. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് സുലൈഖ ഒരു ലജ്ജയുമില്ലാതെ ചോദിക്കുന്ന, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ, നിന്നെ എനിക്ക് വല്ലാത്ത മോഹമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ യൂസുഫേ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറയുകയാ, ഈ മണിയറക്കകത്ത് ഒരാളും അറിയില്ല, ഒരാളും കാണില്ല, എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല. യൂസുഫേ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ യൂസുഫ് നബി പറഞ്ഞ മറുപടി എന്താ? നബിയായിട്ടില്ല. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖയുടെ മാറിടത്തിൽ കിടന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കാല മഅദല്ലാഹ് സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. ഇന്നി അഖാഫുല്ലാഹ്. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ മറുപടിയാ, പഠിക്കണം ചെറുപ്പക്കാരാ. സുലൈഖ ബീബിയുടെ പാട്ട് മാത്രം പഠിച്ചാ പോരാ, ആ സുലൈഖയുടെ ചരിത്രം നിനക്കറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കേടി പിടിച്ച സുലൈഖയുടെ ചരിത്രം നിനക്കറിയോ? നിനക്ക് ചരിത്രം അവിടെ വരെയല്ലേ അറിയോ? സുലൈഖ എന്ന രാജകുമാരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കേറി പിടിച്ച ചരിത്രം പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് മാത്രമേ അറിയൂ. അപ്പൊ ചോദിക്കും, ഉസ്താദെ കേറി പിടിച്ചോ? പിടിക്കും പെങ്ങളെ. യൂസുഫ് നബിയുടെ ഗ്ലാമർ അതായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സൗന്ദര്യത്തിന്റെ നേർ പകുതി നബിതങ്ങൾക്ക് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പകുതി ഉണ്ടായിരുന്നു, ആ പകുതിയുടെ പകുതി എടുത്ത് യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്ന ആ 1/4% ഐശ്വര്യ റായിക്കും മഞ്ജു വാര്യർക്കും എനിക്ക് നിങ്ങൾക്കൊക്കെ അല്ല തന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കേറി പിടിച്ച സുലൈഖയ്ക്ക് ഒരു ചരിത്രമുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിവാഹം കഴിച്ചു. സുലൈഖ ബീവിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് മണിയറക്കകത്ത് കയറി ചെന്നപ്പോ സുലൈഖ മൈൻഡ് ചെയ്യുന്നില്ല. വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറി ചെന്നപ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയോട് വലിയ പരിഗണന കാണിക്കുന്നില്ല. ഇരുന്ന് ദിക്റും ദുആയായിട്ടിരിക്കുക. അപ്പൊ യൂസുഫ് നബി ചോദിച്ചു, സുലൈഖ,
അള്ളാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ നീ കേറി പിടിച്ചവളാ. ഇന്ന് അള്ളാഹ് ഹലാലാക്കി തന്നു, നീ എന്തേ ഇങ്ങനെ ഇരിക്കണേ? ഇന്ന് നീ എന്റെ ഭാര്യ, ഹലാല ഹറാമായ സമയത്ത് നീ ആഗ്രഹിച്ചു വന്നു, ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് അള്ളാഹ് തന്നെ ഹലാലാക്കി തന്നു, നീ എന്തേ എന്റെ അടുത്ത് സഹകരിക്കാത്തത്? സുലൈഖ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പഠിക്കണം പായിപ്പാടുള്ള പെങ്ങന്മാര്. സുലൈഖ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യൂസുഫേ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. യൂസുഫേ, എന്റെ സർവ്വതും നീയായിരുന്നു, എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു യൂസുഫേ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കേറി പിടിച്ചേ. ഇന്ന് എന്റെ ഹൃദയം മുഴുവനും യൂസുഫേ നീയല്ല, അള്ളയാ. ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്ത് യൂസുഫേ നീയല്ല, അള്ളയാ. ആ അള്ള ഹൃദയത്തിനകത്ത് കയറിയത് കൊണ്ടാ എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് അല്ലാഹുവിനെ പേടിയാ. പായിപ്പാടുള്ള ചെറുപ്പക്കാരോട്, പെൺകുട്ടികളോട് പറയുകയാണ്, മോളെ, കൂടെ പഠിക്കുന്നവൻ ഓടി വന്ന് കയ്യിൽ പിടിക്കുമല്ലോ, സഹകരിക്കരുത്. നിന്റെ കയ്യിൽ പിടിക്കുന്നവനോട് പറയണം, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്ത് തുടരുത്. കാരണം ഇത് വ്യഭിചാരമാ. അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്. പറയണം ചെറുപ്പക്കാരാ, പറയണം ചെറുപ്പക്കാരാ. അത് കൂടെ പഠിക്കുന്നവളാണെങ്കിലും കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാണെങ്കിലും, എന്തിനാടാ നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയാണെങ്കിലും, നിന്റെ സ്വന്തം ചേട്ടത്തി, ഇവിടെ എന്താ പറയാ, മൈനി, അതന്നെ ഞങ്ങൾ പത്തനാരക്കാരൊക്കെ മൈനി എന്നാ പറയാ. സ്വന്തം മൈനി, അനിയന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യ. മോനെ, പായിപ്പാട് കവല വരെ പോകണം, ബൈക്കൊന്നെടുക്കടാ, ചാടി എന്ന് കേറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നാലിച്ചേക്ക് എങ്ങനെ നാലിച്ചേക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചേട്ടത്തി മൈനി അനിയന്റെ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് പോകുന്ന കാഴ്ച ഒന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. ഉസ്താദെ, അനിയനല്ലേ ഉസ്താദെ, എന്റെ അനിയനെ കെട്ടാൻ പറ്റുമോ? പെട്ടുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കുന്നേ? ജ്യേഷ്ഠൻ മരിച്ചുപോ, ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റുമോ? പറ്റൂലേ? ആര് പറഞ്ഞു? എന്തേടാ, ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റൂലേ? വിവാഹബന്ധം ഹറാമൊന്നുമല്ലല്ലോ. അന്യ പെണ്ണല്ലേ, അന്യ പെണ്ണല്ലേ. അപ്പൊ ബൈക്കിന്റെ പോരിക്കേറ്റി ചേട്ടത്തിയെ തോളി വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ചേട്ടത്തിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പറയണം, അല്ലാഹുവേ എനിക്ക് പേടിയാ, അല്ലാഹുവേ എനിക്ക് പേടിയാ, എന്റെ ശരീരത്ത് തുടരുത്. അങ്ങനെ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? പായിപ്പാട് പള്ളി വെച്ച് കൊടുത്തവന് സ്വർഗമുണ്ടോ? ഈ പള്ളിക്ക് പൈസ കൊടുത്തവന് സ്വർഗമുണ്ടോ? 27 കൊല്ലമായി ഈ പള്ളിയിലെ ഖതീബായിരിക്കുന്ന സലീം ഉസ്താദിന് സ്വർഗമുണ്ടോ? ഇരിക്കുന്ന ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാർക്ക് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എങ്കിൽ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ട്. ഒരു സ്വർഗമല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, നിസ്കരിച്ചവനല്ല, ഖുർആൻ ഓതിയവനല്ല, സദഖ കൊടുത്തവനല്ല. അല്ലാഹു പറയുന്നു, എല്ലാവർക്കും ഒരു സ്വർഗം. ഒരാൾക്ക് 2 സ്വർഗം, ഒരാൾക്ക് 2 സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹു പായിപ്പാട് പള്ളി കെട്ടിക്കൊടുത്തവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല, അവൻ ഒരു സ്വർഗമേ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞത് ആർക്കെന്നറിയോ? പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തു തൊട്ടാ അവനോട് പറയണം, ഇത് പാപമാ, ഇത് പാപമാ, ഇത് പാപമാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. പറയണം,
ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാ. പണമുള്ളത് കൊണ്ടല്ല, ഗ്ലാമറുള്ളത് കൊണ്ടല്ല, കുടുംബമഹിമയുള്ളത് കൊണ്ടല്ല. ഉമർ തങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എന്തിനാണ് ഇഷ്ടപ്പെട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ റോഡിലല്ല, കവലയിലല്ല, ഹൗലിന്റെ ചുവട്ടിലല്ല, പള്ളിയുടെ മുറ്റത്തല്ല, അള്ളാന്റെ പള്ളിക്കകത്ത് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഇരിക്കുന്ന ചെറുപ്പക്കാരനാ. തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഈ ചെറുപ്പക്കാരൻ എന്നും പള്ളിയിലേക്ക് വരുമ്പോ വരുന്ന വഴിയിലൊരു വീടുണ്ട്. ആ വീട്ടിലൊരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ട്. അവൾക്ക് ആ ചെറുപ്പക്കാരനോട് പ്രണയം തോന്നുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും സഹകരിക്കുന്നില്ല, വഴങ്ങുന്നില്ല, പരിഗണിക്കുന്നില്ല, ഒരു മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണ് എന്ത് ചെയ്തിട്ടും അവിടെ നിന്ന് പരിഗണിക്കാതെ വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്. ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാ. അവിടെ നിന്ന് ചുംബനം കൊടുക്കുകയാ. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിന്നോട് വല്ലാത്ത മോഹമാണ്, എന്റെ ആഗ്രഹം സാധിപ്പിച്ചതാ, എനിക്കൊരു ചുംബനം താ. മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് ചുംബനം കൊടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനോട് ഒരു ചെറുപ്പക്കാരി യാചിക്കുകയാ. ഇരുട്ടാണ്, ആരുമില്ല, ഇടവഴിയാ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ നിലവിളിച്ച് താഴെ വീഴുകയാ. എന്തിനാ നിലവിളിച്ചതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ശരീരത്ത് ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായല്ലോ, ഞാനിനി നരകത്തിലാണല്ലോ. നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാ. അവസാനം വഴിയിലൂടെ നടന്നു വരുന്നവര് ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായം ചെന്ന പിതാവ് ഓടി വന്നു. മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഖസറത് ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും പോയി, ആഖിറവും പോയി. ഞാൻ വ്യഭിചാരിയാ വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ വാപ്പാ. എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ട് വാപ്പാ. നിലവിളിക്കുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ പറഞ്ഞു, മോനെ, നീ തെറ്റുകാരനല്ല, എന്റെ മോനൊന്നും ചെയ്തില്ലല്ലോ, അവൾ ഇങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, എന്റെ മോൻ നിരപരാധിയാണല്ലോ, എന്റെ മോനെ കരയരുത്. എത്ര സമാധാനിപ്പിച്ചിട്ടും കരച്ചില തീരുന്നില്ല. നിലവിളിയാ, നിലവിളിയാ. ഈ ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. പൊന്നുമോന്റെ സങ്കടം കണ്ടപ്പോ വാപ്പയ്ക്ക് പേടിയായി. ഇവൻ മരിച്ചു പോകുമോ, എന്റെ മോൻ മരിച്ചു പോകുമോ? എത്ര പറഞ്ഞിട്ടും മകന് സമാധാനമാകുന്നില്ല. വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്ക്. വാപ്പ പാതിരാത്രിയിൽ പോവുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവേ, വാപ്പയ്ക്ക് സമാധാനമായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? നെഞ്ചു പൊട്ടി മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. മരിച്ചുപോയടാ പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, മരിച്ചുപോയി പെങ്ങളെ. എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ വ്യഭിചാരിയെ പോലെ പോകണമല്ലോ, ഞാൻ നരകത്തിലായി പോയല്ലോ.
സങ്കടപ്പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചു പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കി. ആ കബറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങുമ്പോ തങ്ങള് കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് അവന്റെ കബറിന്റെ ചാരത്തിരുന്നു ഓതിയ ആയത്താ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വന്നവരോട് പറയുകയാ, കണ്ണു വാങ്ങിത്തരാൻ ആളുണ്ട്, കഞ്ചാവ് വാങ്ങിത്തരാൻ ആളുണ്ട്, സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആളുണ്ട്, മോനെ ശരീരം തരാൻ ആളുണ്ട്. പേടിക്കണം ചെറുപ്പക്കാരാ, മോനെ പെട്ടുപോകരുത്, ചതിയിൽ പെട്ടുപോകരുത്. എടാ എന്തു വന്നാലും പറയണം നീ എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. അതുകൊണ്ട് പായിപ്പാട് പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നിജാബത്തിന്റെ രാത്രിയാണ്, ഉത്തരമുള്ള രാത്രിയാണ്. ഞാനും നിങ്ങളും മലക്കുകളല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പാപം ചെയ്യുന്നവരാണ്. ഒരാളും വലിയ മഹാന്മാരൊന്നുമല്ലടോ. ബനി ആദമ ഖത്താബുൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. എങ്കിൽ ഈ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റുപറയുന്നവരാ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ആ പള്ളിയുടെ മുറ്റത്തിരുന്ന് കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണമല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ. തൗബ ചെയ്യാതെ പിരിയരുത്, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാതെ പിരിയരുത്. ഈ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, കരയാതെ പോകല്ലേ, കരയാതെ പോകല്ലേ. ഒരു തുള്ളി കണ്ണുനീര് ഈ പള്ളിയുടെ മുറ്റത്തിരുന്ന് കൊണ്ട് നിന്റെ കണ്ണില്ലെന്ന് ഒലിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? എടോ സിറാജ് ചുമ്മാതെ പറയുന്നതല്ല, സിറാജ് ചുമ്മാതെ പറയുന്നതല്ല. നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? ഈ പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരുന്ന് കരഞ്ഞ എന്തിനാ കരയുന്നതെന്നറിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട്, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ ഓർത്തിട്ട് ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ താഴെ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും തലതാട്ടി പിടിച്ചു യാ വൈലതാ യാ ഹസറതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. അവിടെ മാത്രമേ തണലുള്ളൂ. ആ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ആരൊക്കെയാ അവിടെ ഉള്ളതെന്നറിയോ? ആരൊക്കെയാ അവിടെ ഉള്ളതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അവരുടെ അനുയായികള്, അല്ലാഹുവിന്റെ പ്രവാചകന്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങൾ,
ആലിമീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ ബാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാര്, നിന്റെ ഫ്രണ്ട്സുകള്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ അള്ളാന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്നു, വാടാ സിറാജേ, വാ ആയിഷ, വാ ഖദീജ. അല്ലാഹു വിളിക്കുന്നു, വാ. വെയിൽ കൊള്ളേണ്ടവരല്ല, പ്രയാസപ്പെടേണ്ടവരല്ല, നിങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾ എന്റെ അർശിന്റെ താഴവാ, നിങ്ങൾ എന്റെ അർശിന്റെ താഴവാ. ആരെയാ വിളിക്കുന്നതെന്നറിയോ? വറജുലുൻ ദകറല്ലാഹു ഖലിയാ വഫാലത് ഐനാ. കരഞ്ഞവരാടോ, മരണ വീട്ടിലിരുന്ന് കരഞ്ഞവരല്ല, കോടികളുടെ നഷ്ടം വന്നപ്പോ കരഞ്ഞവരല്ല, രോഗം വന്നപ്പോ കരഞ്ഞവരല്ല, കൂട്ടുകാരന്റെ അവസ്ഥ കണ്ട് കരഞ്ഞവരല്ല. പിന്നെ എപ്പോ കരഞ്ഞവരെന്നറിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊലിച്ച നീ പരലോകത്തിലെ VIP ആണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ദുആ ചെയ്യണേ, ഇന്ന് പശ്ചാത്തപിക്കണേ. നാളെ ജുമഅയ്ക്ക് ഈ പള്ളിയിലേക്ക് വരുമ്പോ ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞിട്ട് വേണം വരാറ്. പെങ്ങളെ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജറുൽ അസ്വദ് മുത്തിയിട്ട് പോകുന്നവരെ പോലെ ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ മക്കത്ത് ചെന്ന് കഅബാലയത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ സർവ്വ പാപങ്ങളും മുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദുആഇക്ക് ഇജാബത്തുണ്ട്. ഇന്നത്തെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? സ്വീകരിക്കൂലേ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ദുആ സ്വീകരിക്കുമെന്ന് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ പൊക്കിയ കൈയൊന്ന് പോക്കറ്റിലിട്ട്, ആ പൊക്കിയ കൈയൊന്ന് പോക്കറ്റിലിട്ട്. ബക്കറ്റ് എടുക്കടോ. ഇന്ന് മദർലാൻഡ് ഷാജിയാണെന്നെ ഒന്നും കാണുന്നില്ല. നിഷാദ് വാ, ഇന്ന് നിഷാദ് തുടങ്ങിക്കോ. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ട് അൽഹംദുലില്ലാ ഒരു സദഖ. അല്ലാഹുവേ, ഇന്ന് എന്റെ തൗബ സ്വീകരിക്കണം, ഇന്നത്തെ എന്റെ ദുആഇക്ക് ഇജാബത്ത് ഉണ്ടാകണം. എല്ലാവരും ഒരു സദഖ. ലാസ്റ്റ് എല്ലാവരും നേരെ ഇരിക്കടോ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഒരു സദഖ എടുക്ക. അൽഹംദുലില്ലാ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു എല്ലാവരും അൽഹംദുലില്ലാ ഒരു സദഖ. ഞാൻ നിർത്താം, സമയം ഞാൻ നോക്കുന്നുണ്ട്. 11:15 ഒരു 15 മിനിറ്റ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ നൽകുന്നു അല്ലാഹുവേ, അവരുടെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദുആഇക്ക് ഇജാബത്താണ്. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. എല്ലാവരും അല്ലാഹുവോട് പശ്ചാത്തപിക്കണം. ഏതുപോലെയെന്നറിയോ? ഏതുപോലെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? ചുമ്മാതെ ചെയ്തിട്ട് കാര്യമില്ല. തൗബ ചെയ്യേണ്ടത് എല്ലാരും ചെയ്യാറുണ്ടോ? 27-ാം രാവിന് വന്ന് ചെയ്തവരില്ലേ? 27-ാം രാവിന് വന്ന് തൗബ ചെയ്തവരില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഞാൻ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലം. ഞാൻ ഇരുന്നോട്ടെ, ഇപ്പൊ കാര്യം നല്ല വേദനയുണ്ട്, ഇരുന്നോട്ടെ. കുറെ ഇന്നലെ 3.5 മണിക്കൂർ നിന്ന്, ഇന്ന് പിന്നെ നിന്നതിന് കണക്കൊന്നുമില്ല. ഇരുന്നോട്ടെ. ഇനി അത്താഴമാരുടെ മുമ്പ് ഇരുന്നെന്നുള്ള ഭക്ഷണമൊന്നും ഇല്ലല്ലോ.
കാരണം ഞാന് ഒരു സ്ഥലത്ത് വഴുതിന് പോയി. അവിടെ ഒരു അത്താവുണ്ട്, എന്തെങ്കിലും ഒരു കുറ്റം പറയാത്ത, എന്തെങ്കിലും ഒന്ന് പറയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയണം. എന്തെങ്കിലും ഒന്ന് പറയും. അപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് ഇരുന്ന പ്രസംഗിച്ച് പിരിവില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാ വർഷവും ഞാൻ പ്രസംഗിക്കാൻ മുമ്പ് ഈ കൈ പൊക്കിപ്പിക്കും. അതെനിക്കുള്ളൊരു പരാതിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യമെങ്കിലും മിണ്ടാതെ ഇരിക്കണം. അപ്പൊ ആ പിറ്റേ ദിവസം പ്രസംഗിച്ച ഉസ്താദ് ഇരുന്നാ പ്രസംഗിച്ച്. അന്ന് അത്ത പറഞ്ഞു, ഓ എല്ലാരും ഇയാൾ ഇരുന്നാ പ്രസംഗിച്ചത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്ത് ദുആ ചെയ്യാൻ സമയമായപ്പോ കാലിന് വേദന എടുത്തിട്ട് കഷ്ടകാലത്തിന് ഞാൻ ഇരുന്ന്. അന്ന് വഴുതു കഴിഞ്ഞിറങ്ങിപ്പോയപ്പോ അത്ത പറഞ്ഞു, ഞങ്ങളെയൊക്കെ നിർത്തിയിട്ട് അവൻ മാത്രം ഇരുന്ന് ദുആ ചെയ്ത. ഇരുന്നാലുള്ള പ്രശ്നം ചിലർക്ക് ഇഷ്ടപ്പെടൂല. നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇൻഷാ അല്ലാഹ് എന്നാ ഇരിക്കാം. പെട്ടെന്ന് എടുക്കടാ. ഇൻഷാ അല്ലാഹ്. ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരുടെ പോയിട്ട് മോതിരം മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. താത്താമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ചുമ്മാതെ പൊക്ക് താത്താമാരെ. അസിയണ്ണന്റെ അക്കാക്ക ഉണ്ടല്ലേ അല്ലേ? മാഷാ അല്ലാഹ് മോതിരൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ ഭാര്യയുടെ ഭാര്യയുടെ പേരെന്തോ? സജീനാത്ത മോതിരം ഊരി കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിടി പിടിച്ചോണം കേട്ടോ സജീനാത്ത. ഷെഫീഖണ്ണൻ ഈ ഒരാഴ്ച വിട്ടേക്കരുത്, പിടിച്ചോണം നിർത്തിക്കോണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലം, ഉമർ തങ്ങളെ രാജ്യം ഭരിക്കുന്നത്. ഉമർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കും. രാത്രി ഇറങ്ങി ഇങ്ങനെ ഒന്ന് നടക്കും. ഞാൻ ചോദിച്ചു, പായിപ്പാടുള്ള പിള്ളേരെ ഒന്നും കാണുന്നില്ലല്ലോ, കാണണമെങ്കിൽ ഉസ്താദെ ഒന്നീ താഴോട്ട് പോകണം, ആ സ്കൂളിന്റെ അവിടെ. അതല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് പോകത്തില്ലേ ആ സ്ഥലം? എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് പോയാൽ മതി, എല്ലാത്തിനും കിട്ടുമെന്ന്. ഉമർ റളിയല്ലാഹു തആല രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കും. ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി വരുന്നുണ്ട് രാത്രി ഉമർ തങ്ങൾക്കെതിരെ. ഉമർ തങ്ങൾക്ക് ഓപ്പോസിറ്റ് രാത്രിയിൽ ഒരു ചങ്ങാതി വരുന്നുണ്ട്. ഈ ചങ്ങാതിയാണെങ്കിൽ 2 കുപ്പി കള്ളും പിടിച്ചോണ്ടാ വരുന്നത്. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നത്. ഈ മനുഷ്യൻ കണ്ടോ, അല്ലാഹ് പള്ളിയിലെ ഖതീബല്ല വരുന്നത്, ഉമറാ വരുന്നത്. ഉമർ എന്ന് പറഞ്ഞാൽ വെട്ടുന്ന തുണ്ടൻ 2. ഈ ശിഷ്ടക്കാരനാ ഉമർ തങ്ങൾ. ഈ മനുഷ്യന് ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത് ഇയാള് നല്ല മനുഷ്യനാണെന്ന്. കോലത്തിൽ അങ്ങനെ നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ കള്ള് കച്ചവടം കാരണം ഈ മനുഷ്യന് സങ്കടമായി. പടച്ചോനെ, ഉമർ എന്നെ പിടിച്ച ഇന്ന് വെറുതെ വിടൂല, ഞാൻ നാണം കെടും. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്ത്, കള്ളി 2ഉം കയ്യിൽ പിടിച്ചിട്ട് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്തത് പാപമാ അല്ലാഹ്. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് തൊടൂല. ഒറ്റ പറച്ചല്, അല്ലാഹുവേ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇനി എന്റെ കൈകൊണ്ട് കള്ള് തൊടില്ല അല്ലാഹ്. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, എവിടെ പോയി? നടന്ന് മുമ്പിലെത്തി. ഈ മനുഷ്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞതും ഉമർ തങ്ങൾ ചോദിച്ചു, എവിടെ പോയി? കയ്യിലെന്താ? ആ മനുഷ്യൻ ഒരു പേടിയുമില്ലാതെ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഒരു പേടിയില്ലാതെ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ പറഞ്ഞു, തുറന്നു നോക്കി, അത് സുറുക്കയായി മാറി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര നിമിഷം, തുച്ഛമായ സമയം. അവിടെ നിന്ന് നടന്നു വരുന്നു. അല്ലാഹു ആ കള്ള് സുറുക്കയാക്കി കൊടുത്തോ. എന്തുകൊണ്ട്? ആ മനുഷ്യൻ പറഞ്ഞ വാക്കിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. നമ്മളോ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നതിൽ ഇഖ്ലാസ് ഇല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ.
നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടോ നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തില്ലടോ? തിന്നുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഹറാം. നമ്മൾ അങ്ങനെ ആയിപ്പോയി. നമ്മള് ഒരു തെറ്റും ശരിയും ഒന്നുപോലെ കാണുന്നവർ, തെറ്റും ശരിയും ഒന്നുപോലെ കാണുന്നവരാ നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പായിപ്പാട് പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നല്ലോ. എടോ, ഇന്ന് തെറ്റ് ചെയ്യുന്നത് നിസ്സാരം, തെറ്റും ശരിയും ഒന്നുപോലെ കാണാം. ഒരു 10 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് വരുവോ? സത്യം പറ, വരുവോ? ഉറക്കപ്പുറ, വരുവോ? കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ വരുവോ? നിസ്കരിക്കാൻ വരുന്നവൻ കള്ളു കുടിക്കോ? ഇല്ല. വ്യഭിചരിച്ച് നടക്കുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയുടെ പടി പോലും ചവിട്ടത്തില്ല, പള്ളി വരുന്നവൻ ആ കച്ചവടത്തിന് പോകത്തില്ല. ഇത് പണ്ട്. ഇന്നോ കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കും, പള്ളിക്കകത്ത് നിസ്കരിക്കാനും വരും. അല്ലാഹു കാക്കുമാറാകട്ടെ.